നമസ്കാരം. ഇത് കർക്കിടക മാസമാണ്. ഹൈന്ദവ വിശ്വാസമനുസരിച്ച് ഈ കർക്കിടക മാസത്തിലെ കറുത്തവാവിലാണ് പിതൃക്കൾക്ക് ബലിതർപ്പണം ചെയ്യുന്നത്. ഈ ബലിതർപ്പണ കർമ്മം ചെയ്യാൻ വേണ്ടി നമ്മൾ കേരളത്തിലെ വിവിധ ക്ഷേത്രങ്ങൾ തിരഞ്ഞെടുക്കാറുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ആലുവ മണപ്പുറം, തിരുവല്ലം, തിരുമുല്ലവാരം, തിരുനെല്ലി, അങ്ങനെ ഒട്ടനവധി ക്ഷേത്രങ്ങളെക്കുറിച്ച് നമുക്കറിയാം. അതുപോലെ തന്നെ പ്രാദേശികമായി ഒട്ടനവധി ക്ഷേത്രങ്ങളിൽ പോയി നമ്മൾ ഈ കർമ്മം ചെയ്യാറുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത് കരുനാഗപ്പള്ളി ടൗണിനോട് ഏറ്റവും അടുത്ത് കിടക്കുന്ന ഒരു ക്ഷേത്രത്തിൽ ഈ ബലിതർപ്പണ കർമ്മം ആരംഭിച്ചിട്ടുണ്ട്. അതിൻ്റെ വിശേഷങ്ങളാണ് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് പള്ളിക്കലാറിൻ്റെ തീരത്താണ്. പള്ളിക്കലാറിൻ്റെ തീരത്തുള്ള ഒരു ക്ഷേത്രത്തിലാണ് ഈ ബലിതർപ്പണ കർമ്മം നിർവഹിക്കാൻ കഴിയുന്നത്. അത് ക്ഷേത്രം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന തേവർകാവ് ശ്രീ ഭഗവതി ക്ഷേത്രം. വലിയത്ത് ഹോസ്പിറ്റൽ തൊട്ടടുത്തായിട്ട് കരുനാഗപ്പള്ളി ടൗണിൽ നിന്ന് ഏകദേശം ഒരു 100-200 മീറ്റർ മാറി കിഴക്കോട്ട് മാറിയാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. കഴിഞ്ഞ വർഷം ഞാനും എൻ്റെ ഭാര്യയും കൂടെ വന്ന് ഇവിടെ ക്ഷേത്രത്തിൽ ബലിതർപ്പണം നടത്തിയിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ വർഷത്തേക്കാൾ ഒരുപാട് വിപുലമായ സ്ഥല സൗകര്യങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ആ വിശേഷങ്ങൾ നമുക്കൊന്ന് കാണാം. കരുനാഗപ്പള്ളി KSRTC ബസ് സ്റ്റാൻഡിന് കിഴക്ക് ഭാഗത്ത് വലിയത്ത് ഹോസ്പിറ്റൽ സമീപത്തായിട്ടാണ് തേവർകാവ് ശ്രീ ഭഗവതി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. പാറ്റോലി, ചെറുപുഴ, കന്നേറ്റിക്കായൽ, പള്ളിക്കലാർ ഇവ മൂന്ന് സംഗമിക്കുന്ന ത്രിവേണി സംഗമത്തിന്റെ കരയിലാണ് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള തേവർകാവ് ശ്രീ ഭഗവതി ക്ഷേത്രം. ക്ഷേത്രത്തിന്റെ മുൻവശത്തുള്ള പടികളിറങ്ങി കിഴക്കോട്ട് ചെന്നാൽ പിന്നീട് കാണുന്നത് അതിമനോഹരമായ കാഴ്ചകളാണ്. ബലിതർപ്പണം നടത്തി പിണ്ഡം ഈ ത്രിവേണി സംഗമത്തിലേക്ക് ലയിപ്പിക്കാൻ കഴിയും എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. പടനാരകുളങ്ങര തേവർകാവ് ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠ ഭഗവതിയും വലതുവശത്ത് വിഘ്നേശ്വരനും കുടികൊള്ളും. ഉപദേവന്മാരായി വീരഭദ്രൻ, കണ്ഠകർണൻ, രക്തേശ്വരി, മാടൻ, യക്ഷിയമ്മ, നാഗദൈവങ്ങളും കുടികൊള്ളും. വൃശ്ചികത്തിലാരംഭിച്ച് മകരത്തിലെ അശ്വതിയിൽ അവസാനിക്കുന്ന 41 ദിവസത്തെ തോറ്റമ്പാട്ടും അശ്വതി മഹോത്സവമാണ് ഇവിടുത്തെ പ്രധാന ഉത്സവം. ക്ഷേത്രത്തിലെ കായൽ വിളക്കും എതിരേൽപ്പും വളരെ പ്രസിദ്ധമാണ്. കരുനാഗപ്പള്ളി പടനാകുളങ്ങര തേവർകാവ് ക്ഷേത്രം എന്ന് ഒരു പുരാതന ക്ഷേത്രമാണ്. ആ ക്ഷേത്രത്തിലെ ബലിതർപ്പണം ഈ പ്രാവശ്യവും വളരെ ഭംഗിയായി നടത്തുന്നതിന് എല്ലാ സന്നാഹങ്ങളും ഒരുക്കങ്ങളും നടത്തിയിട്ടുണ്ട്. വളരെ ശുദ്ധിയോടും വൃത്തിയോടും കാര്യങ്ങൾ പങ്കെടുക്കുന്നവർക്ക് നല്ല രീതിയിൽ പങ്കെടുക്കാൻ കഴിയും. അതിനുള്ള സംവിധാനമാണ് ഒരുക്കിയിരിക്കുന്നത്. ഓഗസ്റ്റ് 3-ാം തീയതി രാവിലെ 4 മണിക്ക് അവിടെ ബലിതർപ്പണം ആരംഭിക്കും. ഉച്ചയ്ക്ക് 12 മണി വരെയാണ് അതിൻ്റെ സമയം. ആ സമയത്ത് എത്ര ആളുകൾ വന്നാലും അത് ആ രീതിയിൽ ഒരുമിച്ച്, അതായത് കൂടുതൽ ആളുകൾക്ക് ബലിതർപ്പണം നടത്തി എത്രയും പെട്ടെന്ന് ക്യൂ ഉണ്ടാകാതെ പരമാവധി ആളുകളെ ഒരു പ്രാവശ്യം കൊണ്ട് തന്നെ ഓരോ പ്രാവശ്യവും കൂടുതൽ ആളുകളെ ബലിതർപ്പണത്തിന് ഇരുന്ന് ബലിതർപ്പണം നടത്തുന്നതിനുള്ള സന്നാഹമാണ് ഒരുക്കിയിട്ടുള്ളത്. ശ്രീ മഹാവിഷ്ണു പ്രീത്യർത്ഥേ സഹസ്രനാമ ജപേ വിനിയോഗ. ഓം ക്ഷീരോദ്യത് പ്രദേശേ ശുചിമണി വിലസൈ സൈകധൈർമാക്തികാനാം മാലാം വൃത്താസനസ്ഥാത് ഭടിമണിർഭൈർമൗക്തിർമണ്ഡിതാംഗ ശുഭ്രൈരഭ്രൈരദഭ്രൈരുപരി വിരുദ്ധർമുക്ത പീയൂഷവർഷേരാനന്ദി. ഒരു 80 പേർക്ക് ഇരുന്ന് ചെയ്യാനുള്ള സംവിധാനമായിരുന്നു ഉണ്ടാക്കിയിരുന്നത്. ഇത്തവണ അത് 150 പേർക്കോളം ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ ഇവിടെ പ്രധാനമായിട്ടുള്ള ദിവസം വെച്ചാൽ രാവിലെ ഇവിടെ വരുന്ന ഈ ബലിയിടാൻ വരുന്നവർക്കെല്ലാം കഞ്ഞിസദ്യ ഉണ്ട് രാവിലെ. അപ്പോൾ ഇവിടെ നല്ല ആഴമുണ്ടോ ഈ ഭാഗത്തൊക്കെ? ഇല്ല, ഇവിടെ ആഴക്കുറവാ അല്ലേ? കുറവാണ്. ആഴക്കുറവാണ്. അപ്പോൾ നമുക്ക് അവിടെ ഇറങ്ങി ഈ പിന്നെ ഇറങ്ങിക്കളയാം. മുങ്ങാൻ പറ്റത്തില്ല, മുങ്ങുന്ന ആഴ്ചയില്ല, താഴ്ചയില്ല. അല്ലാതെ ഇപ്പം ഇത് കഴിഞ്ഞ് കയറി വരുന്നവർക്ക് ഇവിടെ കുളിക്കാനൊക്കെ ഉള്ള സംവിധാനമുണ്ട്. എല്ലാം ഉണ്ടല്ലേ? 2 സൈഡിലുണ്ട്. ഈ സൈഡിലുണ്ട്, ആ സൈഡിലുണ്ട്. 2 സൈഡിലും സംവിധാനം ചെയ്യുന്നുണ്ട്. ക്ഷേത്രത്തിന് കിഴക്ക് വശമുള്ള ത്രിവേണി സംഗമത്തിലാണ് ഇത് നടക്കുന്നത്. ത്രിവേണി സംഗമം എന്ന് പറയുമ്പോൾ കിഴക്കുന്ന് വരുന്ന പാറ്റോലി, ചെറുപുഴ, അതുപോലെ പള്ളിക്കലാറ്, കന്നേറ്റിക്കായൽ, ഇതിൻ്റെ ഒരു സംഗമ സ്ഥാനമാണ്. അതിൻ്റെ പുറകിലാണ് ക്ഷേത്രം നിൽക്കുന്നത്. അത് തന്നെ വളരെ മഹത്തരമാണ്. ആ രീതിയിൽ അവിടെ വെച്ച് ബലിതർപ്പണം നടത്തുന്നത് ഏറ്റവും ഒരു ശ്രേയസ്കരവുമാണ്. കടലുമായിട്ടും ബന്ധമുള്ള ഒരു കായലാണിത്. പിന്നെ അതുകൊണ്ട് എല്ലാ രീതിയിലും പരമാവധി ആളുകൾ ഇതിൽ പങ്കെടുക്കണമെന്നും ഇത് യഥാവിധി ഉപയോഗിക്കണമെന്നും ഞങ്ങൾ
ക്ഷേത്ര ഭരണസമിതിക്ക് വേണ്ടി ഓഗസ്റ്റ് 3 ശനിയാഴ്ച വെളുപ്പിന് 4 മണി മുതൽ ബലികർമ്മങ്ങൾ ആരംഭിക്കും. യഥാവിധി ചടങ്ങുകൾ പൂർത്തിയാക്കി പൂർണ്ണതയിലെത്തുവാൻ തേവറകാവ് ക്ഷേത്രത്തിലെ സൗകര്യങ്ങൾ പ്രയോജനപ്പെടുത്തുക. വീഡിയോ ഇഷ്ടമെങ്കിൽ പരമാവധി ഷെയർ ചെയ്യുക. താങ്ക്